പ്രണയമഴ നോവൽ ഭാഗം 9. എഴുതി അവതരിപ്പിക്കുന്നത് രശ്മി കെയാർ. സുബൈറിന്റെ കാർ നേരെ ചെന്നു നിന്നത് ഇരുനില വീടിന്റെ മുന്നിലേക്ക് ആയിരുന്നു. അവരെ കാത്ത് മധ്യവയസ്കനായ ഒരാൾ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയ അവരെ സ്വാഗതം ചെയ്ത് അയാൾ ഒരു താക്കോൽ അവർക്ക് നേരെ നീട്ടി. സുബൈർ പുഞ്ചിരിയോടെ അത് ഏറ്റുവാങ്ങി. കുഞ്ഞു വന്നാൽ തരണം എന്ന് പറഞ്ഞ് എന്നെ നന്ദൻ വിളിച്ചിരുന്നു. ഇത് ഭാര്യയാവുമല്ലേ? അയാൾ ചോദിച്ചു. അവളെ ചേർത്ത് പിടിച്ച് സുബൈർ പറഞ്ഞു, അതെ, ഇത് എൻ്റെ നല്ല പാതി. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അവളെ നോക്കി കണ്ണുരുട്ടി കാണിച്ച് സുബൈർ താക്കോൽ വാങ്ങി വാതിലിന് നേരെ നടന്നു. 2 കതകോട് കൂടിയ മണിച്ചിത്രത്താഴ് പോലുള്ള താക്കോൽ ദ്വാരത്തിലൂടെ കീ തിരിച്ചപ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ തുറന്നു. അതിനുശേഷം സുബൈർ അവളോട് പറഞ്ഞു, വലതുകാൽ വെച്ച് കയറിക്കോളൂ. പറഞ്ഞ പോലെ ചെയ്തു അവൾ. അപ്പോഴും അവൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ എൻ്റെ ആമിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നത്? അവളുടെ മനസ്സിൽ സ്വപ്നം കണ്ട അതേപോലെയായിരുന്നു അവിടുത്തെ അകത്തളം. നടുമുറ്റവും 4 കെട്ടിന്റെ മാതൃകയിലുള്ള വിശാലമായ ഹാൾ. പണ്ടെങ്ങോ ദുബായ് നഗരത്തിൽ വെച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ സുബൈർ വരച്ച അതേ പ്ലാൻ അതുപോലുണ്ട് ഈ വീട് നോക്കിക്കാണുമ്പോൾ. നന്ദനെ നിനക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു എഞ്ചിനീയറെ പരിചയപ്പെട്ടു എന്ന്? കൊച്ചാപ്പ ഏർപ്പാടാക്കിയതാണ്. ആരുമറിയാതെ നിനക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് ഇതുവരെ പറയാഞ്ഞത്. പിന്നെ എപ്പോൾ പൂർത്തിയാവും എന്നറിയില്ലല്ലോ. പണത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ചല്ലേ മുഴുവനാക്കാൻ പറ്റൂ. സന്തോഷം കൊണ്ട് ആമയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണിൽ നിന്നും അശ്രു പൊഴിഞ്ഞു. അത് കണ്ടതും സുബൈർ അവന്റെ വിരലുകളാൽ പതിയെ ഒപ്പിയെടുത്തു. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച മധ്യവയസ്കൻ അവരോട് യാത്ര പറഞ്ഞ് മടങ്ങി. മടങ്ങാൻ നേരം സുബൈർ അയാളെ ഓർമ്മിപ്പിച്ചു, രാജേട്ടാ, കേറി താമസത്തിന് വിളിക്കുമ്പോൾ വരണം ട്ടോ. അത് പറയേണ്ടതുണ്ടോ കുഞ്ഞേ? തീർച്ചയായും ഞാൻ വരും. നന്ദന്റെ വീട്ടിലെ കാര്യസ്ഥനായിരുന്നു അയാൾ. അയാൾ പോയ ശേഷം ഫ്രണ്ട് ഡോർ അടച്ച് അപ്സ്റ്റെയറിലേക്കാണ് അവർ പോയത്. നല്ല പിരിയൻ ഗോവണി കയറി മുകളിലെത്തിയപ്പോൾ താഴത്തെ നിലയിലെ അതേ സൗകര്യങ്ങളെല്ലാം മുകളിലുമുണ്ട്. കിച്ചൺ അടക്കം പുറത്തു നിന്നും ഒരു ഗോവണി പിടിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ആമിക്ക് മനസ്സിലായില്ല. അവളുടെ മുഖത്തു നിന്നും അത് വായിച്ചെടുത്ത് സുബൈർ പറഞ്ഞു, എൻ്റെ ആമി, അടുത്തു വരൂ. അവളുടെ കൈയും പിടിച്ച് അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. സൂര്യൻ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നുണ്ട്. മുറ്റത്ത് നിറയെ പന്തൽ വിരിച്ച് തറകെട്ടി അതിനുള്ളിൽ ഒരു മാവ് തലയെടുത്തു നിൽക്കുന്നു. നിറയെ മാമ്പൂക്കൾ പൂത്തു നിൽക്കുന്നു. നല്ല ചേലുണ്ട് അവ കാണാൻ. നോക്ക് ആമി, മക്കൾക്ക് പൊട്ടിക്കാൻ എത്ര എളുപ്പമാണ്. അത്രയും താഴത്താണ് ഉണ്ണിമാങ്ങകൾ. ആമി ശരിയെന്ന് തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് ഇക്ക ഒരിക്കൽ നാട്ടിൽ പോയി വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. വീടുപണിയുടെ കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ മറുപടിയായി പറഞ്ഞു തുടങ്ങി. എൻ്റെ പൊന്നുമോളെ, 50 ലക്ഷം വേണം ഇത് പൂർത്തിയാക്കാൻ. എത്ര വർഷത്തെ അധ്വാനമാണെന്നാ നിന്റെ വിചാരം? പിന്നെ ഞാൻ സ്വരുക്കൂട്ടി വെക്കാൻ തുടങ്ങിയ സമ്പാദ്യമാണ്. മണലാരണ്യത്തിൽ ആദ്യമൊന്നും എനിക്ക് നല്ല ജോലി ആയിരുന്നില്ല. വെയിലത്ത് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ നിന്നെ അറിയിച്ചിട്ട് പോലുമില്ല. നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി. വീടിന്റെ പണി തുടങ്ങിയിട്ട് 3 മാസമേ ആയുള്ളൂ. ഇത്തവണ നാട്ടിൽ വരുമ്പോൾ നിന്നെയും മക്കളെയും കൊണ്ടുവന്ന് കാണിക്കാം എന്ന് കരുതി. അപ്പോഴാണ് സൂരജിന്റെ വരവും ബാപ്പയുടെ പ്രശ്നവും എല്ലാം കൂടെ കടന്നു വന്നത്. അതിനിടയിൽ വീടുപണിയുടെ കാര്യം തഥൈവ ആവും എന്ന് കരുതി.
ഇപ്പോഴും ഇത്ര വേഗം പൂർത്തിയാക്കണം എന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ നിന്റെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ വേഗം ക്യാഷ് അറേഞ്ച് ചെയ്തു. ഒരുവിധം വേഗം പൂർത്തിയാക്കി. താഴത്തെ നിലയിൽ നിന്റെ വീട്ടുകാരും മുകളിലത്തെ നിലയിൽ നമുക്കും താമസിക്കാം. ആർക്കും ആരും ഒരു ശല്യമാവില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കരുതിയത്. എന്താ, നിനക്കും സമ്മതമല്ലേ? പൊന്നുവിന് കല്യാണപ്രായമായി വരികയല്ലേ? അച്ഛൻ്റെ സംസാരത്തിൽ അതിൻ്റെ ആദി നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ കല്യാണവും ഈ വീട്ടിൽ വെച്ച് നടത്താം. നമ്മളെ ഇപ്പോൾ മടങ്ങിപ്പോവില്ലേ? നമ്മൾ നാട്ടിൽ വരുന്ന സമയത്തല്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ. അതുവരെ വേണമെങ്കിൽ അപ്സ്റ്റെയർ വാടകയ്ക്ക് കൊടുക്കാം. നിന്റെ അച്ഛന് ഒരു വരുമാനവുമാവും. എല്ലാം ആലോചിച്ച് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, പൊന്നുവിൻ്റെ പുറകെ ഒരു പയ്യൻ സ്ഥിരമായി നടപ്പുണ്ട്. ഇന്നലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് എന്നെ പരിചയപ്പെടാൻ വന്നിരുന്നു. നല്ല കാശുള്ള വീട്ടിലെ പയ്യനായതുകൊണ്ട് ഒരു തമാശയ്ക്ക് ആവുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അവൻ സീരിയസ് ആണ്. അവന് നമ്മളെയെല്ലാം അറിയാം. അവൻ്റെ അപ്പച്ചിയുടെ വീട് ഇവിടെ അടുത്താണ്. അവിടെ നിന്നാണ് അവൻ ജോലിക്ക് പോകുന്നത്. അവൾ നിൽക്കുന്ന തുണിക്കടയിലെ പാർട്ട്ണറിൻ്റെ ഫ്രണ്ടാണ് അയാൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ. പൊന്നു പരമാവധി അയാളെ ഒഴിവാക്കി വിടുന്നുണ്ട്. അതുൽ എന്നാണ് അവൻ്റെ പേര്. അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ ഒരു വിവാഹം കഴിക്കുന്നെങ്കിൽ അവളെ മാത്രമേ ആവൂ. ചേട്ടനും ചേച്ചിയും കൂടി അത് നടത്തി തരണം. നമ്മൾ തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു എൻഗേജ്മെന്റ് നടത്തണം എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ലൈസൻസ് ആയല്ലോ കറങ്ങി നടക്കാൻ. അതും പറഞ്ഞ് സുബൈർ പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്ന മട്ടിൽ ആമി അന്തം വിട്ട് അവനെ നോക്കി. എവിടെയാ ആമി എല്ലാം തുറന്നു പറയാൻ സമയം? ബാപ്പയെ കാണാൻ ഏത് സമയവും ഹോസ്പിറ്റലിലേക്കുള്ള ഓട്ടമല്ലേ. ഇന്നിപ്പോ ബാപ്പയെ വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ആ പ്രശ്നത്തിന് ഒരു സമാധാനമായി. അവൻ നേരെ അവളെ കൂട്ടിക്കൊണ്ടുപോയത് മാസ്റ്റർ ബെഡ്റൂമിലേക്കായിരുന്നു. ഇതെന്താണെന്ന് അറിയോ? ഇതാണ് നമ്മുടേത് മാത്രമായ ലോകം. വിശാലമായ കട്ടിലിൽ അവളെ പിടിച്ചിരുത്തി. കിടക്കയും മറ്റ് സാധനങ്ങളും എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യണം. ഒരുപാട് ജോലിയുണ്ട്. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനസ്സമാധാനം അല്ലേ ആമി? അവൾ അതെ എന്ന് തലയാട്ടി. അവൻ്റെ തോളിൽ ചാരിക്കിടന്നു. അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു. കുറച്ചു നേരം അവർ അവരുടെ ലോകത്തായിരുന്നു. ഇക്കാ, അവൾ പതിയെ വിളിച്ചു. എന്താ മോളെ? ഇക്കയോട് എങ്ങനെയാ ഞാൻ നന്ദി പറയുക? അടുത്ത ജന്മത്തിലും എനിക്ക് ഇക്കയുടെ ഭാര്യ ആയാൽ മതി. ഇത്രയും സ്നേഹം അനുഭവിക്കാൻ ഞാൻ എന്ത് പുണ്യമാണാവോ ചെയ്തത്? അവൻ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. പകരമായി അവളുടെ കൺപോളകളിൽ ചുംബനം കൊണ്ട് മൂടി. കുറെ സമയത്തിന് ശേഷം അവർ എണീറ്റ് താഴേക്ക് ഇറങ്ങി വന്നു. വാതിൽ പൂട്ടി താക്കോൽ ഭദ്രമായി അവളെ ഏൽപ്പിച്ചു. ഒരു താക്കോൽ എന്നും എൻ്റെ ആമയുടെ കയ്യിലുണ്ടാവണം. നമുക്ക് എപ്പോൾ നാട്ടിൽ വരണമെന്ന് തോന്നിയാലും ആരെയും ഏത് പാതിരാത്രിക്കും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ. മറ്റേ താക്കോൽ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഗേറ്റ് പൂട്ടിയ ശേഷം അവൻ വന്ന് കാർ ഡ്രൈവ് ചെയ്തു. അവളുടെ വീടിൻ്റെ മുൻപിലാണ് പിന്നീട് കാർ നിന്നത്. എല്ലാ വിവരങ്ങളും അച്ഛനോടും വീട്ടുകാരോടും പറഞ്ഞു. അച്ഛൻ്റെ കയ്യിൽ വീടിൻ്റെ ഒരു കീ ഏൽപ്പിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തി ബിൻസിയോടും മറ്റും വിവരങ്ങൾ എല്ലാം പറഞ്ഞു. തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾ അടുത്ത് വരുന്നതിനാൽ വേഗം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി പാലുകാച്ചൽ നടത്തി. അന്ന് തന്നെ കയറി താമസവും തുടങ്ങി. അവൻ്റെ ബാപ്പയ്ക്ക് വരാൻ കഴിയാത്തതിനാൽ മറ്റുള്ളവരും എത്തിയിരുന്നു. ബാപ്പയുടെ അനുഗ്രഹം അവർ വീട്ടിൽ പോയി വാങ്ങിച്ചിരുന്നു. ചടങ്ങുകളെല്ലാം ഭംഗിയായി നടന്നു. വീഡിയോഗ്രാഫർ എല്ലാം മടങ്ങി. മറ്റു ബന്ധുക്കളും. രാത്രിയായപ്പോൾ അവർ തനിച്ചായി. താഴത്തെ നിലയിൽ പൊന്നുവും അമ്മയും കൂടി എല്ലാം അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു. ആമിയെ മുകളിലേക്ക് ഉറങ്ങാൻ പറഞ്ഞു വിട്ടു.
അവളെയും കാത്ത് അവൻ ബാൽക്കണിയിൽ ഇരുന്നിരുന്നു. കഥ ഇവിടെ അവസാനിച്ചു. അടുത്ത ലക്കവുമായി ഉടനെ വരാം.